ഇന്ന് സൺഡേ രാവിലെ പള്ളിയിലോട്ടൊക്കെ പോകാൻ വേണ്ടി എഴുന്നേറ്റ് വന്നപ്പോഴില്ലേ മീൻ ടാങ്കിൽ മീനില്ല. എന്തോരം മീനുകളുണ്ടായിരുന്നെന്നറിയാവോ. ഒന്നിലൊന്ന് എന്ത് കുറേ ചത്ത് കഴിഞ്ഞ് ഇപ്പോൾ 3 കണ്ടുള്ളൂ. അപ്പോൾ നേരെ എന്ത് ചെയ്തു, പള്ളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ട്രോപ്പിക്കൽ അക്വേറിയത്തിലേക്ക് പോയി. അവിടെ തന്നെയാണ് ഈ ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെ മേടിച്ചത്. അവിടെ പോയി എനിക്ക് കുറേ നമ്മൾ ടെട്രയാണ് ഇതിന് മുമ്പ് മേടിച്ചിട്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ടെട്ര വേണ്ടമ്മ, ടെട്ര ചത്തെടുത്ത് പോകണം. എന്നാലും ടെട്രയെ നമ്മൾ കൈവിടരുത്. അത് ടെട്ര കുറേ മേടിച്ചു. പിന്നെ ടൈഗർ, എന്തൊക്കെയോ മീനുകളുണ്ടായിരുന്നു. അതെല്ലാം കുറച്ച് എടുത്തിട്ട് എന്തായാലും ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ടാങ്ക് കാലിയാവും. പിന്നെ അവിടെ കിടക്കുന്ന വില കൂടുതലുള്ള മീനുകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇവരെല്ലാം മേടിച്ചിട്ടാലേ പെട്ടെന്ന് ഇവരെങ്ങാനും ചത്തുപോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസയും പോയി, നമ്മുടെ സമാധാനവും പോയി എന്നുള്ള ഗതികേടാവും. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ഇങ്ങനെ കണ്ടാൽ മതി, വില കുറഞ്ഞുള്ള മീനുകളെ നമ്മൾ ടാങ്കിൽ ഇട്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മീനുകളുണ്ടോ, നിങ്ങൾ മേടിക്കാറുണ്ടോ, ഇത് ചത്തുപോകാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങൾ പറയണേ. അപ്പോൾ ഇങ്ങനെ കുറേ ഞങ്ങൾ നോക്കി അതിനകത്ത് നല്ല ഭംഗിയുള്ളതൊക്കെ കുറേ അങ്ങനെ പിടിച്ച് എല്ലാം അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഷെറിനും അച്ഛനും കൂടിയാണ് മീനുകളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടൻ ഓടിയെന്ന് പറഞ്ഞു, ഞാൻ പിടിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ തിരഞ്ഞ് പിടിച്ചാണ് ഓരോന്നിനും ഇങ്ങനെ പിടിച്ചെടുത്തത് കേട്ടോ. നല്ല തിരക്കാണ്, സൺഡേ ആണുള്ള, അവരിപ്പോൾ അടയ്ക്കും. പിന്നെ ഞങ്ങൾ നേരെ നല്ല വിശപ്പ്, വയറിൻ്റെ വിളി വന്നു. നേരെ പോയത് നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം താൾ കിച്ചണിലോട്ട് പോയി. എനിക്ക് മന്തി എന്ന് പറഞ്ഞാൽ കൊതിയാണ്. അപ്പോൾ ഒരുപാട് നാളായി മന്തി കഴിച്ചിട്ട്. അപ്പം ഞാൻ നേരെ അവിടെ പോയി ഒരു കുഴിമന്തി മേടിച്ചു. അമ്മയ്ക്ക് ചോറാണ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഹാഫ് കുഴിമന്തി മേടിച്ച് നന്നായി വെട്ടി അടിച്ചിട്ടോ. പിന്നെ തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്, വേറെ എവിടെയും പോകുന്നില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് ഒരു രസമാണ്. കാരണം നമ്മൾ കഴിച്ചു എന്നുള്ളൊരു ഓർമ്മ. പിന്നെ മന്തിയുടെ ഒരു എന്താ ടെംപ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ ഈ ഫോട്ടോയൊക്കെ എടുത്ത് കണ്ട് വീണ്ടും നമ്മുടെ ടെംപ്റ്റേഷൻ കൂട്ടും. പിന്നെ നമ്മൾ ചെന്ന് മന്തി കഴിക്കും. അതാണ് നമ്മുടെ രീതി. അപ്പോൾ ഞാനും ഷെറിനും കൂടിയാണ് മന്തി കഴിക്കുന്നത്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണിയാണ്. ഇന്ന് എൻ്റെ കൂടെ എന്തായാലും ആൾ മന്തി കഴിക്കാൻ കൂടിയിട്ടുണ്ട്. മന്തി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ ഇതെടുത്ത് കുക്കുംബറൊക്കെ എടുത്ത് കഴിക്കുന്നതും ഒരു രസമല്ലേ. അപ്പോൾ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ പഴയ ടാങ്കിലുള്ള മീനുകളെല്ലാം മാറ്റി, മീനെല്ലാം അങ്ങനെയല്ല ടാങ്കെല്ലാം വൃത്തിയാക്കി കഴുകി പുതിയ വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ മീനിൻ്റെ വെള്ളത്തിനകത്തിട്ടുള്ള മരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 10-15 മിനിറ്റ് നമ്മുടെ മോട്ടറൊക്കെ നന്നായിട്ട് ഓടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീനുകളെ ഇറക്കാറുള്ളൂ. അങ്ങനെയാണ് അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും വേറെ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കുട്ടൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ മീനുകളെല്ലാം അവിടെ കുറേ കല്ലുപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മോട്ടറൊക്കെ നന്നായിട്ട് ഓടിച്ച് വെള്ളം ക്ലീനായി. നമ്മുടെ മീൻകുട്ടന്മാരെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ടാങ്ക് കാണാൻ എന്താ ഒരു ഭംഗിയില്ലേ. പിന്നെ പറയാൻ പറ്റത്തില്ല, 5-6 മാസം അത്രേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ നോക്കി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിയുന്നതിന് മുമ്പേ ഒരുതെന്താ ചെറിയൊരു എന്താ പറയുക, ഒരു ഫിഷിനെ കടിച്ചുകൊണ്ട് നടക്കുന്നത്. എനിക്ക് സങ്കടം തോന്നി, കാരണം അത് ജീവനോട് ഇരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ബൈ.